440 കിലോഗ്രാം. ഒരുപക്ഷെ നമ്മൾ ഒരു വീട് വയ്ക്കാൻ വാങ്ങുന്ന സിമെന്റിന്റെ അളവിൽ നോക്കിയാൽ ഇതൊരു വലിയ സംഖ്യയല്ല. എന്നാൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഈ ഒരു ചെറിയ അളവിന് ലോകത്തിന്റെ ഗതി മാറ്റാൻ ശേഷിയുണ്ടെന്ന് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കണ്ടു. ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസിയായ IAEA ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഏറ്റവും നിർണായകമായ സംഖ്യയാണിത്. 60% സമ്പുഷ്ടീകരിച്ച 440 കിലോഗ്രാം യുറേനിയം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇറാന്റെ ആണവ പദ്ധതിയോ യുറേനിയം എൻറിച്ച്മെന്റോ മാത്രമല്ല, അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുകൂടിയാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് 3 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. യുറേനിയം സമ്പുഷ്ടീകരണം യഥാർത്ഥത്തിൽ എന്താണ്? ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ആണവശക്തിയാകുന്നത് ഭയപ്പെടുന്നത്? കൂടാതെ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന അന്താരാഷ്ട്ര കരാർ യഥാർത്ഥത്തിൽ എന്താണ് നിയന്ത്രിക്കുന്നത്? ശാസ്ത്രം, രാഷ്ട്രീയം, ആഗോള സുരക്ഷ എന്നീ 3 കാര്യങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമ്മൾ വ്യക്തമായി പരിശോധിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ജസ്റ്റിൻ. വെൽക്കം ടു ലേൺ ആൻഡ് ലീവ് ഇറ്റ്. മിഡിൽ ഈസ്റ്റിലെ ഓരോ ചലനവും നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പുകളിലെ വിലയെയും ഗൾഫിലുള്ള നമ്മളുടെ സഹോദരങ്ങളുടെ ജോലി സുരക്ഷയെയും എന്തിന് യൂറോപ്പിലെ സാമ്പത്തിക സ്ഥിതിയെപ്പോലും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വെറും രാഷ്ട്രീയമല്ല, ഇതിന്റെ പിന്നിലെ സയൻസ് ആണ്. എന്തുകൊണ്ടാണ് 60% എന്നത് ഇത്ര വലിയ ചർച്ചയാകുന്നത്? 90 ആയാലല്ലേ ആയുധം നിർമ്മിക്കാൻ കഴിയൂ. അപ്പോൾ 60-ൽ നിന്ന് 90-ലേക്കുള്ള ദൂരം എത്രയാണ്? ഇവിടെയാണ് യുറേനിയം ഫിസിക്സിലെ ഏറ്റവും വലിയ കൗതുകം ഒളിഞ്ഞിരിക്കുന്നത്. സയൻസ് പ്രകാരം 0-ൽ നിന്ന് 60% എത്തുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് 60-ൽ നിന്ന് 90-ലേക്ക് എത്തുക എന്നത്. ഗണിതശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ആണവായുധത്തിന് വേണ്ട അധ്വാനത്തിന്റെ 90%വും 60%-ൽ എത്തുമ്പോൾ തന്നെ തീർന്നു കഴിഞ്ഞു. എന്താണ് ഈ യുറേനിയം? ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന സാധാരണ യുറേനിയം നേരിട്ട് ആണവ നിലയങ്ങളിലോ ആയുധങ്ങളിലോ ഉപയോഗിക്കാൻ കഴിയില്ല. ഇതിൽ പ്രധാനമായും 2 തരം ആറ്റങ്ങളുണ്ട്. ഇവയെ നമ്മൾ ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കും. യുറേനിയം 238ഉം യുറേനിയം 235ഉം. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. കടൽ തീരത്തെ ഒരു മണൽക്കൂനയിൽ കുറെ ചിപ്പികൾ കലർന്നിരിക്കുന്നത് സങ്കല്പിക്കുക. ഇവിടെ 99%-ലധികവും വെറും മണലാണ്. അതാണ് യുറേനിയം 238. ഇതിന് വലിയ പ്രയോജനമില്ല. എന്നാൽ വെറും 0.7% മാത്രമാണ് ചിപ്പികൾ, അതായത് യുറേനിയം 235. ഈ ചിപ്പികൾക്ക് മാത്രമേ തീ പിടിപ്പിക്കാനുള്ള അഥവാ ന്യൂക്ലിയർ ഫിഷനുള്ള കഴിവുള്ളൂ. നമുക്ക് ഊർജ്ജം വേണമെങ്കിൽ ഈ ചിപ്പികളുടെ എണ്ണം കൂട്ടണം. ഈ പ്രക്രിയയാണ് നമ്മൾ എൻറിച്ച്മെന്റ് അഥവാ സമ്പുഷ്ടീകരണം എന്ന് വിളിക്കുന്നത്. മണലിൽ നിന്ന് ചിപ്പികൾ മാത്രം എങ്ങനെ വേർതിരിച്ചെടുക്കും? ഒരു അരിപ്പ് ഉപയോഗിക്കാം. എന്നാൽ യുറേനിയം എൻറിച്ച്മെന്റിനായി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്യാസ് സെൻട്രിഫ്യൂജ്. യുറേനിയത്തെ ആദ്യം യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് എന്ന വാതകമാക്കി മാറ്റും. ഈ ഗ്യാസിനെ മിനിറ്റിൽ 50,000 തവണ കറങ്ങുന്ന ഒരു സിലിണ്ടറിലേക്ക് വിടും. നമ്മുടെ വാഷിംഗ് മെഷീനിലെ ഡ്രം കറങ്ങുന്നത് പോലെ തന്നെ. ഭാരം കൂടിയ യുറേനിയം 238 പുറം ഭിത്തിയിലേക്ക് തെറിക്കും. ഭാരം കുറഞ്ഞ യുറേനിയം 235 നടുവിൽ അവശേഷിക്കും. പക്ഷേ ഒരു തവണ കറങ്ങുമ്പോഴേക്കും വലിയ മാറ്റം വരില്ല. അതുകൊണ്ട് ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഒരു ചങ്ങല പോലെ കോർത്തിണക്കുന്നു. ഇതിനെയാണ് നമ്മൾ കാസ്കേഡ് എന്ന് വിളിക്കുന്നത്. ഇറാന്റെ നതാൻസിലും ഫോർഡോയിലുമുള്ള കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള 10,000-കണക്കിന് മെഷീനുകൾ രാപ്പകൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ശതമാന കണക്കുകൾ നോക്കാം. ഓരോ ലെവലും ഓരോ ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതാണ്. 0.7% ഇത് സ്വാഭാവിക യുറേനിയം. ഇതിനെക്കൊണ്ട് കാര്യമായ ഉപകാരമില്ല. 3 മുതൽ 5% വരെ. നമ്മുടെ വീടുകളിൽ വൈദ്യുതി എത്തിക്കുന്ന ആണവ നിലയങ്ങൾക്ക് ഇത്രയും സമ്പുഷ്ടീകരണം മതിയാകും. 20% ക്യാൻസർ ചികിത്സയ്ക്ക് മറ്റും ആവശ്യമായ മെഡിക്കൽ ഐസോട്ടോപ്പുകൾ നിർമ്മിക്കാൻ ഈ അളവ് ഉപയോഗിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കടമ്പയാണ്. 60% ഇവിടെയാണ് കാര്യങ്ങൾ ഗൗരവകരമാകുന്നത്. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഇത്ര വലിയ അളവിൽ 60% യുറേനിയം നിലവിൽ ലോകത്ത് ഒരിടത്തും ആവശ്യമില്ല. 90% ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അളവാണിത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സയൻസ് മിസ്റ്ററി. പലരും വിചാരിക്കുന്നത് 60-ൽ നിന്ന് 90-ലേക്ക് എത്താൻ ഇനിയും ഒരുപാട് അധ്വാനം വേണമെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. യുറേനിയം 60%-ൽ എത്തിയാൽ അതിൽ ഭൂരിഭാഗം അനാവശ്യ മണലും, അതായത് യുറേനിയം 238 നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള കുറഞ്ഞ അളവ് യുറേനിയത്തെ 90%-ലേക്ക് മാറ്റാൻ വളരെ കുറഞ്ഞ ഊർജ്ജവും ചുരുങ്ങിയ സമയവും മതി. അതുകൊണ്ടാണ് 60% എന്നത് ലോകത്തിന് ഒരു റെഡ് സിഗ്നൽ നൽകുന്നത്. ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് ടൈം എന്ന വാക്കിന്റെ പ്രസക്തി. ഒരു രാജ്യം തന്റെ പക്കലുള്ള യുറേനിയം ഉപയോഗിച്ച് ഒരു ആണവായുധത്തിന് ആവശ്യമായ ഇന്ധനം നിർമ്മിക്കാൻ എടുക്കുന്ന സമയമാണിത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ കൈവശമുള്ള 60% യുറേനിയം 90%-ആക്കി മാറ്റാൻ വെറും 1-2 ആഴ്ചകൾ മതിയാകും. അതായത് ലോകം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ സെൻട്രിഫ്യൂജുകൾ ഒരു മലയുടെ അടിയിലുള്ള ഫോർഡോ പോലുള്ള കേന്ദ്രങ്ങളിൽ വെച്ചിരിക്കുന്നത്? ഇതിന് പിന്നിൽ വലിയൊരു സ്ട്രാറ്റജിയുണ്ട്. അമേരിക്കയുടെ ആക്രമണത്തെ പോലും ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ഇത്തരം ഭൂഗർഭ നിലയങ്ങൾക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ. ഇത് നയതന്ത്ര ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. കാരണം സൈനികമായൊരു പരിഹാരം ഇവിടെ അത്ര എളുപ്പമല്ല.
ഇതൊക്കെ എങ്ങനെയാണ് ലോകമറിയുന്നത്? ഇവിടെയാണ് IAEAയുടെ റോൾ വരുന്നത്. IAEA ഇൻസ്പെക്ടർമാർ ലോകമെമ്പാടുമുള്ള ആണവ നിലയങ്ങൾ സന്ദർശിക്കുകയും അവിടെ ക്യാമറകളും സീലുകളും വെക്കുകയും ചെയ്യുന്നു. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഓരോ ഗ്രാമും അവർ കണക്ക് വയ്ക്കുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഇറാൻ ഈ പരിശോധനകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പരിശോധകരുടെ ജോലി ബുദ്ധിമുട്ടിലാക്കുന്നു. എങ്കിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എത്രത്തോളം യുറേനിയം അവിടെ ഉണ്ടെന്ന് ഏകദേശ കണക്ക് കണ്ടെത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയേണ്ടത്. ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അഥവാ ആണവ നിർവ്യാപന കരാർ. ലോകത്ത് ഇനിയൊരു അണുവായുധം ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുകൊണ്ട് ഒപ്പിട്ട ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ഈ കരാർ പ്രകാരം സമാധാനപരമായ ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതി ഉണ്ടാക്കാനോ മറ്റോ യുറേനിയം ഉപയോഗിക്കാൻ ഒരു രാജ്യത്തിനും തടസ്സമില്ല. പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ IAEA ഇൻസ്പെക്ടർമാരെ അവിടെ പരിശോധനയ്ക്ക് അനുവദിക്കണം. ആണവായുധങ്ങളില്ലാത്ത ഒരു രാജ്യം ഇത്ര വലിയ തോതിൽ 60% യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് NPTയുടെ ആശയത്തിന് വിരുദ്ധമാണെന്ന് IAEA ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലെ ആണവ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സംശയം, ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ കൈവശം വെക്കുമ്പോൾ ഇറാൻ അതിനായി ശ്രമിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? 1968 നിലവിൽ വന്ന ആണവ നിർവ്യാപന കരാറാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ കരാർ ലോകത്തെ 2 വിഭാഗമായി തിരിക്കുന്നു. അംഗീകരിക്കപ്പെട്ട ആണവ രാജ്യങ്ങൾ. 1967 മുൻപ് ആണവായുധം പരീക്ഷിച്ച അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ 5 രാജ്യങ്ങളെ ആണവായുധം കൈവശം വയ്ക്കാൻ ഈ കരാർ അനുവദിക്കുന്നു. മറ്റ് രാജ്യങ്ങൾ ഇവർ ആണവായുധം നിർമ്മിക്കില്ലെന്ന് കരാറിൽ ഒപ്പിടണം. ഇറാൻ ഈ കരാറിൽ ഒപ്പിട്ട ഒരു രാജ്യമാണ്. അതിനാൽ ആണവായുധം നിർമ്മിക്കില്ല എന്നത് ഇറാന്റെ നിയമപരമായ ബാധ്യതയാണ്. എന്നാൽ ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ലാത്ത രാജ്യങ്ങളുമുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ NPT കരാറിൽ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ കരാറുകൾ ബാധകമല്ല എന്ന ധാരണ ഭാഗികമായി ശരിയാണെങ്കിലും അതിന്റെ നിയമപരമായ വശം ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഒരു വാഗ്ദാനവും ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകിയിട്ടില്ല എന്നതാണ്. ഇന്ത്യ തങ്ങളുടെ സെൻട്രിഫ്യൂജുകളും മറ്റ് ആണവ സാങ്കേതിക വിദ്യകളും സ്വന്തം നിലയ്ക്കാണ് വികസിപ്പിച്ചെടുത്തത്. NPTക്ക് പുറത്തു നിന്നുകൊണ്ട് 1974 1998 ആണവ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യ കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ ഒരു അന്താരാഷ്ട്ര കരാറും ലംഘിച്ചിട്ടില്ല എന്നതായിരുന്നു വസ്തുത. NPT കരാർ നിലവിൽ വന്ന 1970 തന്നെ ഇറാൻ അതിലൊരു ആണവായുധമില്ലാത്ത രാജ്യം എന്ന നിലയിൽ ഒപ്പിട്ടു. കരാറിൽ അംഗമായിരിക്കെ തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ലോകത്തിന് നിയമപരമായ വാഗ്ദാനം നൽകിയതിന് പകരമായാണ് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി 1987 പാകിസ്ഥാനിലെ AQ ഖാൻ ശൃംഖല വഴി ഇറാൻ സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യയും അതിന്റെ ബ്ലൂ പ്രിന്റുകളും നേടിയത്. അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഞാനിപ്പോൾ പറഞ്ഞ AQ ഖാൻ എന്ന പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആണവ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ അടിച്ചുമാറ്റിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1970കളിൽ യൂറോപ്പിലെ അതീവ രഹസ്യമായ ഒരു ലാബിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. യുറേൻകോ എന്ന ഒരു യൂറോപ്യൻ കൺസോർഷ്യത്തിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൽ ഖാദിർ ഖാൻ എന്ന പാകിസ്ഥാനി ശാസ്ത്രജ്ഞൻ ലോകത്തിലെ ഏറ്റവും ആധുനികമായ യുറേനിയം സെൻട്രിഫ്യൂജ് ചോർത്തി. ഈ അറിവ് ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ തങ്ങളുടെ കഹൂട്ട ലാബ് ആണവ പദ്ധതികൾക്ക് തുടക്കമിട്ടത്. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. ഒരു രഹസ്യ ശൃംഖല വഴി ഈ സാങ്കേതിക വിദ്യ ഇറാനും കൈമാറി. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഇറാന്റെ ആണവ പദ്ധതികളുടെ അടിസ്ഥാനം അന്ന് കൈമാറപ്പെട്ട ആ മോഷ്ടിച്ച ബ്ലൂ പ്രിന്റുകളായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ ഒരു ആണവ മത്സരമുണ്ടായാൽ അത് ലോകത്തിന്റെ സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കും. കാരണം ഇതിന്റെ പേരിൽ ഉടലെടുക്കുന്ന സംഘർഷങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കൂടുതൽ സമയമെടുക്കും, കൊളാട്രൽ ഡാമേജുകളും ഉണ്ടാകും. ഇറ്റലിയെ പോലെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പോലും ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കില്ല എന്ന് തീരുമാനമെടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ധനത്തിനായി മറ്റു വഴികൾ തേടേണ്ടി വരും. ഇത് ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിന് കാരണമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നമുക്ക് ഇറാനുമായി നല്ല ബന്ധമുണ്ട്. അതേസമയം അമേരിക്കയുമായും ഗൾഫ് രാജ്യങ്ങളുമായും ശക്തമായ ബന്ധമുണ്ട്. ഈ മേഖലയിൽ സമാധാനം നിലനിൽക്കുക എന്നത് ഇന്ത്യയുടെ വികസനത്തിന് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിലെ അസ്ഥിരത നമ്മുടെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഇറാന്റെ 60% യുറേനിയം എന്നത് കേവലം ഒരു വാർത്താ തലക്കെട്ടല്ല. അത് ഭൗതിക ശാസ്ത്രത്തിന്റെയും അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെയും കൂടിക്കുഴഞ്ഞ ഒരു അവസ്ഥയാണ്. ശാസ്ത്രീയമായി അവർ ലക്ഷ്യത്തിന് വളരെ അടുത്താണ്. എന്നാൽ അത് ആയുധ നിർമ്മാണത്തിലേക്ക് മാറുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെയും ലോകരാജ്യങ്ങളുടെ ഇടപെടലിനെയും ആശ്രയിച്ചിരിക്കും. ഇറാന്റെ 60% യുറേനിയം സമ്പുഷ്ടീകരണം ഒരു സാങ്കേതിക നേട്ടമല്ല. അത് ശാസ്ത്രീയമായി ആയുധ നിർമ്മാണത്തിന് തൊട്ടടുത്തുള്ള ഒരു ഘട്ടമാണ്. എല്ലാ എൻറിച്ച്മെന്റും ആയുധ നിർമ്മാണത്തിനുള്ളതല്ലെങ്കിലും 60% നിന്ന് 90%ലേക്കുള്ള ആ ചെറിയ ചുവടുവയ്പ് ലോകരാജ്യങ്ങളെ ജാഗ്രതയിലാക്കുന്നു. ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്, മറിച്ച് കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ട സമയമാണിത്. ശാസ്ത്രം മനുഷ്യന്റെ പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ നിയന്ത്രണങ്ങളില്ലാത്ത അറിവ് അപകടകരമാകാം എന്നാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
സമാധാനപരമായ ആണവ ഊർജ്ജമാണോ അതോ മറ്റൊരു ആണവ യുഗമാണോ ലോകം കാത്തിരിക്കുന്നത്? IAEAയും NPT കരാറും ലോക സമാധാനത്തിന് എത്രമാത്രം പ്രയോജനകരമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ലേൺ ആൻഡ് ലീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.